ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ EVSലെ 2ാം പാഠമായ ടു ദ വേൾഡ് ഓഫ് അനിമൽസ് എന്ന പാഠമാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് ഇനി ഈ പാഠം ഒരുമിച്ച് വായിച്ചാലോ? Wow, all of you have come early today. Very good. നിങ്ങളെല്ലാവരും നേരത്തെ വന്നല്ലോ, നല്ലത്. Seeing her friends Mitra came out of her house. മിത്ര അവരുടെ കൂട്ടുകാരെ കണ്ടുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് വന്നു. Children, you have seen the surroundings of Mitra's house. കുട്ടികളെ, നിങ്ങൾ മിത്രയുടെ വീടിന്റെ ചുറ്റുഭാഗവും കണ്ടല്ലോ. Which creatures are there in the picture? ഈ ചിത്രത്തിൽ ഏതെല്ലാം മൃഗങ്ങളുണ്ട്? Among these which creatures do Mitra raise? ഇതിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതെല്ലാം? Which creatures do humans raise as pets? മനുഷ്യർ ഇതിൽ വളർത്തുന്ന ജീവികൾ ഏതെല്ലാം? ഇനി നമുക്ക് ഈ പാഠത്തിലെ ചില ആക്ടിവിറ്റികൾ ചെയ്യാം. ജീവികളെ കൊണ്ടുള്ള ഉപകാരം: ഭക്ഷണത്തിന്, സംരക്ഷണത്തിന്, പണത്തിന്, സന്തോഷത്തിന്. ഇനി നമുക്ക് ഈ ടേബിൾ പൂർത്തിയാക്കാം. ആദ്യം, ആടിന്റെ ഉപകാരം പാലും ഇറച്ചിയും. കോഴിന്റെ ഉപകാരം മുട്ടയും ഇറച്ചിയും. നായന്റെ ഉപകാരം സംരക്ഷണവും പണവും. പശു പാലും വളവും. പാരറ്റ് ആനന്ദത്തിന്. പൂച്ച വിനോദത്തിന്. ഇനി നമുക്ക് ഈ ചിത്രത്തിലെ ജീവികളെ പരിചയപ്പെടാം. പല്ലി, ഒച്ച്, ഉറുമ്പ്, ചെമ്പോത്ത്, പരുതായ, വവ്വാല്, കീരി, ചേരാട്ട. പല്ലി, ഈച്ച, കൊതുക്, മണ്ണിര, എട്ടുകാലി, ഒച്ച്, ഉറുമ്പ് തുടങ്ങിയ ജീവികളുടെ പേര് നിങ്ങൾ EVS നോട്ട്ബുക്കിൽ എഴുതില്ലേ? നിങ്ങളുടെ പട്ടികയിലെ ഏറ്റവും ചെറിയ ജീവിയാണ് ഏതാണ്? എന്റേതിൽ ഉറുമ്പ്. ഏറ്റവും വലുത് എന്റേതിൽ പല്ലി. ഇനി നമ്മുടെ സ്കൂളിന്റെ പരിസരത്തുള്ള ചെറിയ ജീവികളുടെ പേര് എഴുതാനാണുള്ളത്. ഞാൻ കണ്ടെത്തിയത് മണ്ണിര, ഒച്ച്, ഉറുമ്പ്, പല്ലി, വണ്ട് എന്നിവയാണ്. ഇനി നമുക്ക് ഈ പ്രവർത്തനം നോക്കാം. ചെറിയ ജീവികളെ നമ്മൾ എവിടെയെല്ലാമാണ് കാണുന്നത്? മണ്ണിൽ, ചെടികളിൽ, വെള്ളത്തിൽ, കല്ലിനിടയിൽ, പൂക്കളിൽ. ഇനി നമുക്ക് അക്ഷരങ്ങൾ വെച്ച് ജീവികളെ വരക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇത്ര പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ബാക്കി പ്രവർത്തനമാണെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി, ഞാൻ പാർട്ട് 2 ആയി വിടും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇനി വേറെ വീഡിയോയുമായി വരും. ബൈ ബൈ.